കോതമംഗലം ഗവൺമെന്റ് യു.പി. സ്കൂളിൽ വായനാ ദിനം ആഘോഷിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങളും തുടങ്ങി. കുട്ടികളുടെ മാഗസിൻ തേൻമൊഴി പ്രകാശനം ചെയ്തു. കോതമംഗലം ഗവൺമെന്റ് യു.പി. സ്കൂളിൽ വായനാ ദിനം ആഘോഷിച്ചു. സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും ഉണ്ടായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ SMC ചെയർപേഴ്സൺ സൂസമ്മ ബൈജു അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് കുമാരി K.A. ആമുഖ പ്രഭാഷണം നടത്തി. കവിയും ഗാനരചയിതാവും സ്ക്രിപ്റ്റ് റൈറ്ററുമായ ഓമന റെജി, കവിയും ഗാനരചയിതാവും ചിന്തുപാട്ട് കലാകാരനുമായ രാജൻ ജോസഫ് മനു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു എഴുത്തുകാരനുണ്ടായിരുന്നു മുകുന്ദൻ സാറ്. ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു. അതും വേറൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് അദ്ദേഹത്തെ പോയി ഒന്ന് കാണണം, അനുഗ്രഹം മേടിക്കണമെന്ന്. അപ്പം എന്നോട് ബാലമാഷി പറഞ്ഞു, ഓമന നല്ല രീതിയിൽ എഴുതുന്നുണ്ടല്ലോ, സ്ക്രിപ്റ്റിലേക്കൊന്ന് സിനിമയിലേക്കൊന്ന് കൈ വെച്ച് നോക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ സിനിമയുടെ സ്ക്രിപ്റ്റും എഴുതി തുടങ്ങി. അപ്പോൾ ആരോടെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കണമല്ലോ. എന്നിട്ടും ഈ മയ്യലി ഞാൻ ഇല്ല, എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് മയ്യലിയെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. സാറിനെ കാണുവാന്ന് പറഞ്ഞാൽ നമുക്ക് പോയി കണ്ണൂർ വരെ പോയാൽ മതി. കണ്ണൂരിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല, കണ്ട് സംസാരിക്കാനൊക്കെ അനുവാദം മേടിക്കണമെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേക പെർമിഷനൊക്കെ വായിക്കണം. അത്രയ്ക്ക് വലിയൊരാളല്ലേ മുകുന്ദൻ സാർ. നിങ്ങൾ കേട്ടിട്ടില്ലേ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, ദൈവത്തിന്റെ കൃതികൾ എന്നൊക്കെ കുറേ കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ഈ ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കുമായിരുന്നു. അതിനുശേഷം ഒരു 2 വർഷം മുമ്പ് ഞാൻ നമ്മുടെ ജയേന്ദ്രൻ സാറിൻ്റെ ഗായകൻ ജയേന്ദ്രൻ സാറിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ലാൽ സുകുമാർ സാറിനെ പരിചയപ്പെട്ടു. നമ്മളിങ്ങനെ എഴുത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കും. എഴുത്തിൽ വന്ന അതാണ് പ്രത്യേകത. അപ്പോൾ ആ ലാൽ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇങ്ങനെ മയ്യഴി വരെ പോകണമെന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് സാധിക്കാം, ഞാൻ അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. വായനയും എഴുത്തും അറിവിന്റെ ലോകത്തേക്ക് നയിക്കുമെന്ന് ഇരുവരും കുട്ടികളെ ഓർമ്മിപ്പിച്ചു. കവിതയും ചിന്തുപാട്ടും രസകരമായി അവതരിപ്പിച്ച് കുട്ടികളെ കയ്യിലെടുത്തു. ഇംഗ്ലീഷ് വേർഡിന്റെ അർത്ഥം അറിയാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയോ? അതിന്റെ മലയാളം അറിയാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയോ? പണ്ട് ചേട്ടായി ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം അറിയണമെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരണമായിരുന്നു. വീട്ടിലെ എന്റെ അച്ഛൻ തെങ്ങേറ്റക്കാരനാണ്, അമ്മ കൂലിപ്പണിക്കാ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ അർത്ഥം അറിയാൻ വേണ്ടി നമുക്ക് ഇവരോട് ചോദിക്കാൻ പറ്റില്ല, വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല. ഈ അർത്ഥം അറിയാൻ വേണ്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൊലിമ ബുക്ക് സ്റ്റാൾ, നമ്മുടെ ഇവിടുത്തെ ബുക്ക് സ്റ്റാൾ ഉണ്ട്, ആ പൊലിമ ബുക്ക് സ്റ്റാളിൽ വന്നൊരു ഡിക്ഷണറി മേടിച്ച്, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി മേടിച്ച് തുടങ്ങിയതാണ് ചേട്ടായുടെ ഈ സീരിയസ് വായനകളുടെ. ബാലരമ വായിക്കും, പൂമ്പാറ്റ വായിക്കും, മംഗളം വായിക്കും, മനോരമ വായിക്കും, ഇതെല്ലാ വായനകളും ഉണ്ടെങ്കിലും പഠിക്കണമെന്ന മോഹം. ഇന്ന് നിങ്ങളുടെ വിരൽ തുമ്പിലാണ് അറിവ്. എന്തിനെ കുറിച്ച് നമ്മൾ വായനയിലല്ല ഇങ്ങനെ. TN പണിക്കരുടെ ഫുൾ ഫോം ഇവിടെ ആർക്കറിയാം? ചടങ്ങിൽ വാർഡ് കൗൺസിലർ മിനി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർ ജാൻസി മാത്യു മുഖ്യാതിഥിയായിരുന്നു. സൂസമ്മ ബൈജു കുട്ടികളുടെ മാഗസിൻ തേൻമൊഴി പ്രകാശനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകതയും TN പണിക്കർ ജനിച്ചത് ആലപ്പുഴയിലാണ്. ഇന്നിവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഓരോരുത്തരും വായനാശീലമുള്ളവരായി നാളെ കവിതകളും പുസ്തകങ്ങൾ എഴുതുന്നവരായി മാറണം. നാളെ നമ്മൾ വായിച്ച് വളർന്നാൽ മാത്രമേ നമുക്ക് വലിയ നിലയിലെത്താൻ കഴിയൂ. BVTV വായനദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അധ്യാപക പ്രതിനിധി ജാൻസി, രേഷ്മ CG തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.